കടുപ്പിക്കുകയും സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സയൻസ് സബ്ജക്റ്റിന്റെ കൂടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് ഒരുമിച്ച് ഉച്ചയ്ക്ക് ശേഷം എഴുതേണ്ടി വന്ന ക്രിസ്മസ് എക്സാമിന് ശേഷം 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് ചുരുങ്ങിപ്പോയ ജനുവരിയിലും ഫെബ്രുവരിയിലും നൈറ്റ് ക്ലാസ്സുകൾ കൊണ്ടും മോർണിംഗ് ക്ലാസ്സുകൾ കൊണ്ടും ഈവനിങ് ക്ലാസ്സുകൾ കൊണ്ടും എല്ലാത്തിനും അപ്പുറം സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊണ്ടും IT-യുടെ മോഡൽ പരീക്ഷകളും IT-യുടെ പബ്ലിക് എക്സാമും കഴിഞ്ഞ് ഫെബ്രുവരി 16 മുതൽ 21 വരെ 2 സബ്ജക്റ്റുകൾ വീതം മോഡൽ എക്സാം എഴുതി മാർച്ച് 4-ാം തീയതി മുതൽ പരീക്ഷകൾ തുടങ്ങി മാർച്ച് മാസം അവസാനിക്കുന്നതോടുകൂടി ഏറ്റവും വലിയൊരു ജൈത്രയാത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു വിദ്യാർത്ഥികളുടെ ആദ്യത്തെ PSC എക്സാം ആയിരുന്നു. ശരിയല്ലേ? ആണോ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ച PSC. അങ്ങനെ 3 കൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് മെയ് 15-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് അനൗൺസ് ചെയ്ത് 3:30-4 മണിയോടുകൂടി റിസൾട്ട് കണ്ട വിദ്യാർത്ഥികളുടെ ഉള്ളിൽ അതേത് റിസൾട്ട് ആണെങ്കിലും A+കളുടെ എണ്ണം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങളായിരുന്നു ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ തുടക്കം കുറിച്ച വിദ്യാർത്ഥികൾ. റെഡി? ആരും കൈയടിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എന്നെ കുറിച്ചല്ല. ഒരൊറ്റ കഥ മാത്രം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വാക്ക്. 10ാം ക്ലാസ്സിൽ 9 A+ നേടിയ ഒരു ചെറുപ്പക്കാരൻ 10ാം ക്ലാസ് കഴിഞ്ഞു. +1 ഇഷ്ടപ്പെട്ട സ്കൂളിലും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടി. 2 വർഷം കളിച്ചു നടന്നു. കാരണം എന്താണെന്നറിയോ? 9 A+ കിട്ടിയപ്പോൾ ആ സ്കൂളിൽ തന്നെ 4 കുട്ടികൾക്ക് ഫുൾ A+ ഉള്ളൂ, 4 കുട്ടികൾക്ക് 9 A+ ഉള്ളൂ. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അത് വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. ആ കോൺഫിഡൻസിലൂടെ, അമിതമായ കോൺഫിഡൻസിലൂടെ മുന്നോട്ടേക്ക് പോയ ആ പയ്യന്റെ +2 റിസൾട്ട് എത്രയായിരിക്കും? 79%. കിട്ടുന്ന 79%. അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചു വിദ്യാഭ്യാസം. അങ്ങനെ ഒരു കൂൾബാറിലേക്ക് ചെന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെ ഒരു കൂൾബാറിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന ആ ചെറുപ്പക്കാരന് മാസം 8000 രൂപ സാലറി കിട്ടി. അങ്ങനെ 2 മാസം 16000 രൂപ കിട്ടിയപ്പോ അവൻ വിചാരിച്ചു, A+കളൊന്നും അല്ല ജീവിതം, എന്താണ് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം, ഇനി കൂൾബാറിലായിരിക്കും എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച ആ ചെറുപ്പക്കാരനെ താങ്ങും തണലുമായി അവനെ +2 പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു, നീ എൻട്രൻസിന് പോരെ. കാരണം ഡിഗ്രിക്ക്, കീമിന് തുടങ്ങിയ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ തുടങ്ങിയ എൻട്രൻസിന് +2 മാർക്ക് നോക്കും. പക്ഷേ നീറ്റ്, JEE, CUSAT, CAT പോലെയുള്ള CUET പോലെയുള്ള പരീക്ഷകൾക്ക് എന്ത് നോക്കില്ല? +2ന്റെ മാർക്ക് നോക്കില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ അധ്യാപകന്റെ വാക്കും കേട്ട് 1 വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ഓണമില്ല, ക്രിസ്മസ് ഇല്ല, പെരുന്നാളില്ല, നബിദിനങ്ങളില്ല, ആഘോഷങ്ങളില്ല, ഒന്നുമില്ല. റിസൾട്ട് വന്നു. +2-ൽ 79% മാർക്ക് മാത്രം വാങ്ങിയ ചെറുപ്പക്കാരന്റെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ 25 ലക്ഷം വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിന്റെ 469 റാങ്ക്. ആരാണ് ചെറുപ്പക്കാരൻ? അയാളാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും ആ 79% എൻ്റെ ഹൃദയത്തിലുണ്ട്. കാര്യം ഞാൻ താഴ്ചയിൽ നിന്നായിരുന്നു എൻ്റെ ജീവിതം ആരംഭിച്ചത്. അവിടുന്ന് അങ്ങോട്ട് പടിപടിയായി പോയ ആ 79% ഇന്നും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ID-യിലുണ്ട്. MS Solutions 79 എന്നാണ് ആ ID-യുടെ പേര് തന്നെ. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, കുറവുകൾ കൊണ്ട് ഒരിക്കലും നിങ്ങളെ വിലയിരുത്തരുത്. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണെന്ന് പാടി സലീം ഖാൻ. അടുത്ത വരി, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണ്. പിന്നെ അടുത്ത വരി വീണ്ടും എന്താണ്? 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണ്. അതായത് ആദ്യം ആ കുട്ടിയുടെ കുറവ് പറഞ്ഞു, പിന്നീട് കംപ്ലീറ്റ് പോസിറ്റീവാ പറഞ്ഞത്. അപ്പോ ആ ഗായികയോട് പറയാണ്, നീ നിന്റെ കുറവിലേക്ക് നോക്കല്ലേ, നിനക്ക് ചന്തം കുറവാണെന്ന് നിന്റെ തോന്നലാണ്, ബാക്കിയെല്ലാം നിന്റെ
ഭംഗിയാണ്. ആ ഭംഗിയിലേക്ക് നിന്റെ ഉള്ളിലുള്ള കൂടുതലുകളെ കുറിച്ച് നീ ചിന്തിക്കുക. അതുകൊണ്ട് A+ന്റെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ എടുക്കരുത്. പഠനത്തിൽ മാത്രമല്ല, എവിടെയും A+ നേടണം, ജീവിതത്തിലും A+ നേടണം. റോഡരികിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന മധ്യവയസ്കരെ ഒരു വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാതെ, ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റന്റ് ഇടാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാണിക്കുന്ന നിന്റെ ആ തിടുക്കമില്ലേ, അതാണ് നിന്റെ ജീവിതത്തിന്റെ A+. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു മുത്തം നൽകി സലാം പറയുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ A+. അനാഥരായ നിന്റെ ഫ്രണ്ട്സിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നിന്നെ പ്രചോദിപ്പിച്ച നിന്റെ മനസ്സാണ് നിന്റെ ജീവിതത്തിന്റെ A+. സോ എല്ലാവരോടും നിങ്ങളുടെ കുറവുകൾ ഒരിക്കലും നിങ്ങൾ നോക്കരുത്. ഇനിയും മുന്നോട്ടേക്ക് പഠനത്തിലൂടെ A+ നേടി ജീവിതത്തിലൂടെ A+ നേടുക. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും എൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു.